ദ ഹിന്ദു മീഡിയ വൺ ബജറ്റ് ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഇടതുപക്ഷ സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങേയറ്റം പരിതാപകരമായ ഒരു ധനസ്ഥിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കേരളത്തെ വികസന സ്വപ്നങ്ങളിലേക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാവുന്ന രീതിയിൽ സുഘടിതമായ, സുശക്തമായ, സുഭദ്രമായ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്കും നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയുക. ആ തരത്തിൽ പ്രായോഗികമായ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ബജറ്റിന് പുറത്തുനിന്നും ധനസമാഹരണം നടത്തി കേരളത്തിന്റെ വികസനം സാധ്യമാക്കുക എന്ന ധനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ സ്വപ്നം അത് എത്രത്തോളം പ്രായോഗിക ബുദ്ധിയോടുകൂടിയുള്ളതാണ്? ഒരുപക്ഷെ ഈ ബജറ്റ് നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എന്താണ് ഈ ബജറ്റിന്റെ ദിശ? എങ്ങനെയാണ് അത് കേരളത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? നമ്മുടെ സാമ്പത്തികാവസ്ഥയെ ഏത് തരത്തിലാണ് അത് ബാധിക്കാൻ പോകുന്നത്? ഏതായാലും വളരെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ബജറ്റിന് നേരെ വിമർശനങ്ങളും ഉയർന്നു വന്നു കഴിഞ്ഞു. ഒരു സാങ്കല്പിക ബജറ്റാണ്, വെറും സ്വപ്ന ബജറ്റാണ്, ഇതിന് പ്രായോഗിക തലത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന പ്രതിപക്ഷ വിമർശനം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അങ്ങേയറ്റം കഷ്ടത അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് കേരളത്തെ പിടിച്ചുകൊണ്ടുവരാൻ എന്തൊക്കെ മാന്ത്രികത ഈ ബജറ്റിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്. ദ ഹിന്ദു മീഡിയ വൺ ബജറ്റ് ടോക്കിൽ നിന്ന് എന്നോടൊപ്പം വിശിഷ്ട വ്യക്തിത്വങ്ങൾ അണിചേരുന്നുണ്ട്. വ്യത്യസ്തമായ മേഖലകളിൽ, കേരളത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അധികായരായി നിൽക്കുന്ന ആളുകൾ ഈ ബജറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വിലക്കയറ്റം, വരൾച്ച ഉൾപ്പെടെയുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിൽ ഉൾച്ചേർന്നിട്ടുള്ളത് എന്നുകൂടിയാണ് ദ ഹിന്ദു മീഡിയ വൺ ബജറ്റ് ടോക്കിൽ ഞാൻ ഇന്ന് ഈ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് സംസ്ഥാന കൃഷിമന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ ഈ ബജറ്റ് ടോക്കിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. BJPയുടെ മുതിർന്ന നേതാവ് ശ്രീ വി മുരളീധരൻ ഈ പാനലിൽ നമ്മളോടൊപ്പമുണ്ട്. വ്യവസായ പ്രമുഖൻ, കേരള ജുവല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ശ്രീ MP അഹമ്മദ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഫിലിപ്പോസ് തോമസ്, അദ്ദേഹം KSFE ചെയർമാനും ആസൂത്രണ ബോർഡ് മുൻ അംഗവുമാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കും. ശ്രീ G വിജയരാഘവൻ, അദ്ദേഹം ആസൂത്രണ ബോർഡ് മുൻ അംഗമാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ ഈ ബജറ്റിനെ എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നതെന്ന് നമ്മളോട് വിശദീകരിക്കും. ശ്രീ SM നജീബ്, പ്രത്യേകിച്ച് ഒരു മുഖവരെയും ആവശ്യമില്ലാത്ത ശ്രീ M നജീബ്, പ്രത്യേകിച്ച് ഒരു മുഖവരെയും ആവശ്യമില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹം ഈ ബജറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രീ SN രഘുചന്ദ്രൻ നായർ, ക്രഡായിയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കും. മിനിസ്റ്റർ, ശ്രീമതി ജമീല പ്രകാശം, ഒരുപാട് കാര്യങ്ങൾ ഈ ബജറ്റിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ബജറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അത് സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും നമുക്ക് നോക്കാം. ശ്രീ വി എസ് സുനിൽകുമാർ, എന്താണ് ഈ ബജറ്റിൻ്റെ ഡിറക്ഷൻ? എന്താണ് ഈ ബജറ്റിലെ പ്രത്യേകതകൾ? എന്താണ് ഈ ബജറ്റിൻ്റെ ഹൈലൈറ്റ്സ്? മൈക്ക് എടുത്തു. ഈ ബഡ്ജറ്റ് ശ്രീ തോമസ് ഐസക് തന്നെ പറഞ്ഞതുപോലെ ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയും സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ളൊരു ബഡ്ജറ്റാണ്. എന്നാൽ അതേസമയം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊരു റിസ്ക്കാണ്, ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാരമാണ്. അങ്ങനെ ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് വേണ്ടതൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസാണ് ഈ ബഡ്ജറ്റിനുള്ളത്. ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള ആത്മവിശ്വാസം, അത് ജനങ്ങളിലും സ്വന്തം സർക്കാരിലുമുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് പോകുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിന് നയം മൂലമുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തെ സംബന്ധിച്ച് ഒരു നൂറ്റാണ്ടിനിടയിലുണ്ടായിട്ടുള്ള രൂക്ഷമായ വരൾച്ച നമ്മുടെ മുമ്പിലുണ്ട്. കേന്ദ്ര നയത്തിൻ്റെയും കൂടി ഭാഗമായി സംഭവിച്ചിരിക്കുന്ന വിലക്കയറ്റം, പ്രത്യേകിച്ച് അരി മുഖ്യാഹാരമായിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ അരിക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വില വർധനവ്, കേന്ദ്ര ഗവൺമെൻറ് അരി വെട്ടിക്കുറച്ച് തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് മാത്രമല്ല, ഒരു കിഫ്ബി എന്ന ഒരു പുതിയ സംവിധാനം കഴിഞ്ഞ ബഡ്ജറ്റോടുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതിൽ ആത്മവിശ്വാസം വെച്ചുകൊണ്ട് കൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ എല്ലാ മേഖലകളെയും, അതിൻ്റെ ഇപ്പോൾ നേരത്തെ താങ്കൾ ജമീല പ്രകാശത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ജെൻഡർ ബഡ്ജറ്റിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതൊരു സാമൂഹ്യ വിഷയമാണ്. അതുവരെയുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന വളരെ സുപ്രധാനമായ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സമഗ്രമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പൊതുവെ ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ
ഇത് പിന്നെ ഒരു സ്വപ്ന ലോകത്തെ ബഡ്ജറ്റാണെന്ന് പറയുന്നത് അല്ല ശരി. ഇത് യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. പക്ഷെ ഇതിനകത്ത് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ഈ ബഡ്ജറ്റിനകത്തുണ്ട്. ശ്രീ വി മുരളീധരൻ, ഒരു ബദൽ സാമ്പത്തിക സമീപനം വ്യക്തമാകുന്ന ഒരു ബജറ്റാണിത് എന്ന അവകാശവാദമാണ് ശ്രീ തോമസ് ഐസക്കിനുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ബജറ്റിന് പുറത്തു നിന്നും ധനസമാഹരണം നടത്താൻ വേണ്ടിയുള്ള കിഫ്ബി എന്ന ഏതാണ്ട് 25,000 കോടിയുടെ പദ്ധതികൾ നടപ്പാക്കാൻ, പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ പോകുന്ന കിഫ്ബി എന്ന ആശയം. അത് എങ്ങനെയാണ് താങ്കൾ ഈ ബജറ്റിനെ കാണുന്നത്? ഇത് എത്രത്തോളം ഒരു പ്രാഗ്മാറ്റിക്കലി ഇത് എത്രത്തോളം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ്? ഈ ബജറ്റിൻ്റെ കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപേ എനിക്ക് ഈ ബജറ്റ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ചോദ്യമാണ് എനിക്ക് ആദ്യം ഉന്നയിക്കാനുള്ളത്. കാരണം ഈ ബജറ്റ് സാധാരണഗതിയിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് ആ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച് കഴിയുന്നതുവരെ അത് പുറത്തു പോവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ്. നിയമസഭാ സാമാജികർക്ക് പോലും കിട്ടുന്നത് അത് അവതരിപ്പിച്ചതിന് ശേഷമാണ്. പക്ഷെ ഇവിടെ ഇന്ന് രാവിലത്തെ പത്രങ്ങളിൽ ആ ബജറ്റിലെ ചില നികുതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ധനകാര്യമന്ത്രി അവതരിപ്പിച്ച് നടക്കുന്നതിനിടയിൽ ഒരു സമാന്തര ബജറ്റ് അവതരണം പ്രതിപക്ഷ നേതാവ് നടത്തി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ബജറ്റ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഓത്ത് ഓഫ് സീക്രസി, സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഓത്ത് ഓഫ് സീക്രസി ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് ചൂണ്ടിക്കാണിക്കാതെ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ബജറ്റിൻ്റെ കണ്ടന്റിലേക്ക് കടന്നാൽ ഈ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ ബജറ്റ് എപ്പോഴും ഒരു പ്ലാനിംഗ് ആണ്. ആ പ്ലാനിംഗ് എത്രമാത്രം പ്രാവർത്തികമാകും എന്ന് വിലയിരുത്തണമെങ്കിൽ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചത് എന്തൊക്കെ പ്രാവർത്തികമായി എന്ന് വിലയിരുത്തണം. ഒരു സപ്ലിമെൻ്ററി ബജറ്റ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ അവതരിപ്പിച്ചിരുന്നു. ആ ബജറ്റ് അവതരിപ്പിച്ചതിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ കുറവ് മാത്രമേ നടപ്പിലായിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് കിഫ്ബി. അന്ന് പ്രഖ്യാപിച്ചത് 20,000 കോടി രൂപ ധനസമാഹരണം നടത്തുന്നതാണ്. ഇപ്പോൾ ധനസമാഹരണം നടത്തിയിട്ടുള്ളത് 1,024 കോടിയാണ്. 4,000 കോടിയുടെ പദ്ധതി സാങ്ഷൻ ചെയ്തു എന്നാണ് പറയുന്നത്. 1,024 കോടി രൂപ ധനസമാഹരണം നടത്തുകയും 4,000 കോടിയുടെ പദ്ധതി സാങ്ഷൻ ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇത് കടലാസിൽ മാത്രം നിൽക്കുന്നു എന്നാണ്. അത് വിലയിരുത്താനുള്ള സമയമായോ സർ? അല്ല, വിലയിരുത്താൻ എന്ന് പറഞ്ഞാൽ 1,024 സമാഹരണം നടത്തി 4,000ൻ്റെ സാങ്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ കടലാസിലല്ലേ? അല്ലെങ്കിൽ 1,024 സാങ്ഷൻ ചെയ്യാൻ പാടുള്ളൂ. സമാഹരണം നടത്താൻ പോലും സാധിക്കാത്ത പണമാണ് ആദ്യം തന്നെ സാങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സമാഹരണം നടത്തുന്ന പണം കടപ്പത്രത്തിലൂടെ സമാഹരണം നടത്തിയിട്ടുള്ള പണത്തിനനുസരിച്ചിട്ടല്ല സാങ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ചെയ്യുന്നത് നാളെ 25,000 2,50,000 കോടി വേണമെങ്കിൽ സാങ്ഷൻ ചെയ്യാലോ. അത് കഴിഞ്ഞിട്ട് എത്ര കോടി സമാഹരിക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിലാണല്ലോ അൾട്ടിമേറ്റായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ്റെ അസസ്മെൻറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ കാര്യം, ഈ നോട്ട് പിൻവലിക്കൽ ഒരു ഒഴികഴിവായിട്ടാണ് ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി പറയുന്നത്. നോട്ട് പിൻവലിക്കലിൻ്റെ ഫലമായിട്ട് കേരളത്തിന് ചില വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. രജിസ്ട്രേഷൻ മേഖലയിൽ നവംബർ മുതൽ ജനുവരി വരെ ഏതാണ്ട് 13% കുറവ് വന്നിട്ടുണ്ട് ടാക്സ്. പക്ഷേ വാഹന നികുതി മേഖലയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 18% ഉണ്ടായിട്ടുണ്ട്. 22% നികുതി വരുമാനത്തിലുള്ള വർധനവുണ്ടാകുമെന്നാണ് കഴിഞ്ഞ സപ്ലിമെൻ്ററി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അത് 12% ആകുന്നതിൻ്റെ കാരണം അത് നോട്ട് പിൻവലിക്കലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നോട്ട് പിൻവലിക്കലിൻ്റെ ഫലമായിട്ട് രജിസ്ട്രേഷൻ മേഖലയിലുണ്ടായിട്ടുള്ള പോരായ്മ ഓഫ്സെറ്റ് ചെയ്യാൻ മോട്ടോർ വാഹന മേഖലയിലുണ്ടായിട്ടുണ്ട്. ലോട്ടറിയിൽ ഒരു നോമിനൽ ഡിക്രീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മദ്യ വിൽപ്പനയുടെ മേഖലയിൽ നോമിനൽ ഡിക്രീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം നോട്ട് പിൻവലിക്കൽ എന്നുള്ള ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ചുരുക്കി പറഞ്ഞാൽ ഈ ബജറ്റിനെ കുറിച്ച്
ഒരു ഇല്യൂഷണറി ബജറ്റാണിത്. റൈറ്റ്. റേസ് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണകളൊന്നുമില്ലാതെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതാണ്, വിമൻ സെക്യൂരിറ്റി കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതുമാണ്, അതെല്ലാം ഈ തവണ ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആവർത്തനം വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് മുന്നോട്ട് പോകാൻ ഈ ബജറ്റിലൂടെ വളരെ പരിമിതമായിട്ടുള്ള തോതിൽ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശ്രീ ജി വിജയരാഘവൻ, ഇത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഊന്നൽ നൽകിയിട്ടുള്ള, വിദ്യാഭ്യാസ വിഷയങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന, ആരോഗ്യ മേഖലയിൽ ഒരു പുതിയ ബദൽ സമീപനം സാധ്യമാക്കിയിട്ടുള്ള, എല്ലാ പദ്ധതികൾക്കും ധനപിന്തുണ നൽകിയിട്ടുള്ള ഒരു ബജറ്റാണ് എന്ന് ധനമന്ത്രി പറയുന്നു. ഇത് എത്രത്തോളം കേരളത്തിൻ്റെ നിലവിലെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതാണ് ഒന്ന്. രണ്ടാമത്, ഒരു കൺവെൻഷനലായിട്ടുള്ള വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു സാമ്പത്തിക സമീപന രേഖയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം ധനമന്ത്രി സ്വീകരിക്കുന്നത് വളരെ പ്രകടമായി ഈ ബജറ്റിൽ കാണാം. എങ്ങനെയാണ് ഇത് കേരളത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു ബഡ്ജറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. കാരണം ഇതിൽ ഔട്ട്സൈഡ് ഓഫ് ദ ബഡ്ജറ്റാണ് മേജറായിട്ടുള്ള പോർഷൻ വരുന്നത്. കാരണം പ്ലാൻ സൈസ് ഏകദേശം 25,000 കോടി രൂപ വരും. കിഫ്ബിയിൽ കൂടെ ഈ വർഷം 4,000 ക്ലിയർ ചെയ്തതും 11,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ മാർച്ച് 22 ക്ലിയർ ചെയ്യാം. 15,000 കോടി രൂപ. അത് കൂടാതെ 20,000 കോടി രൂപയുടെ പുതിയ പ്രോജക്റ്റുകൾ അടുത്ത വർഷം ക്ലിയർ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ ദേശം 35,000 കോടി രൂപയുടെ കിഫ്ബിയും 24,000 കോടി രൂപയുടെ അല്ലെങ്കിൽ 25,000 കോടി രൂപയുടെ പ്ലാനുമാണ്. അപ്പോൾ ഔട്ട്സൈഡ് ഓഫ് ദ പ്ലാൻ വരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതൊരു ടിപ്പിക്കലി നോൺ കൺവെൻഷണൽ വേ ഓഫ് ഓപ്പറേറ്റിംഗ് ആണ്. പക്ഷെ അതിന് ഞാൻ കുറ്റപ്പെടുന്നില്ല. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കാരണം ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ കുറേ കാലം വർക്ക് ചെയ്തതാണ് നേരത്തെ. അപ്പോൾ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഫണ്ട് റേസിങ് പറ്റാതെ വരുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് മീൻസ് നോക്കുക എന്നുള്ളൊരിതുണ്ട്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇതൊരു ഔട്ട്സൈഡ് ഓഫ് ദി റെഗുലർ സിസ്റ്റമായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുള്ള കേപ്പബിലിറ്റി, നേരത്തെ ഒരു ഡിസ്കഷൻ ഡോക്ടർ ഐസക് സംസാരിച്ചു, അദ്ദേഹം തന്നെ എഗ്രി ചെയ്താണ്. ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഗവൺമെൻറ്റിൻ്റെ മെഷീനറിക്ക് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ, ഇപ്പോഴും വളരെ ഒരു എന്താ പറയുന്ന ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു മിനിസ്റ്റർ ഇവിടെ ഉണ്ട്, എനിക്ക് ഡോക്ടർ ഐസക് കൊണ്ട് വരാൻ. ഈ പദ്ധതികൾക്കൊക്കെ കിഫ്ബി വഴി വരുന്ന ഈ പദ്ധതികൾക്കൊക്കെ പ്രൊജക്ട്സിനൊക്കെ ആസൂത്രണ ബോർഡിന്റെ സാങ്ഷൻ ആവശ്യമാണോ? അല്ല, പക്ഷെ അതിനൊരു നല്ലൊരു ബോഡി ഉണ്ട്. ആ ബോഡി കാരണം ഗവൺമെന്റ് പ്രോസസ് കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഫണ്ട് റേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ ഇതിൽ പ്രോബ്ലം അതല്ല. ഇതിൻ്റെ പ്രോബ്ലം ഒന്നും, ഈ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്ത് കൊടുക്കാനുള്ളത് ഇന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഓഫീസേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ഡിസ്റ്റർബിംഗ് സിറ്റുവേഷൻ. രണ്ടാമത്, ഈ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായ കിഫ്ബിയിലെ കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തു, ഈ വർഷം അനൗൺസ് ചെയ്യുകയും ചെയ്തപ്പോൾ ആ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു വിജിലൻസ് റെയ്ഡ് നടക്കുന്നു. അപ്പോൾ ഇനി ഏത് ഉദ്യോഗസ്ഥൻ കിഫ്ബിയിൽ പ്രോജക്റ്റ് കൊടുക്കും? അപ്പോൾ ഇതിലൊരു നല്ലൊരു ആശയത്തിന് എവിടെയോ ചില പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് മറികടക്കാൻ ഉള്ള കോൺഫിഡൻസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് വരും. രണ്ടാമത്തെ ഒരു കാര്യം, ഫണ്ട് റേസിങ് ഇപ്പോൾ 1,000 കോടി രൂപ റേസ് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ 2 വർഷം നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ആദ്യത്തെ 2 വർഷം റേസ് ചെയ്യുന്ന ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനും അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ റിട്ടേൺസ് എങ്ങനെയാണ് കാണുന്നതനുസരിച്ച് ബാക്കി ഫണ്ടിങ് വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ വർഷം 1,000 കോടി മാത്രം റേസ് ചെയ്യും. ഈ വർഷം ഇനി എത്രത്തോളം റേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയും ചെയ്യുമ്പോൾ അടുത്ത 2 വർഷം ഫണ്ട് റേസ് ചെയ്യാൻ ചില ബുദ്ധിമുട്ട് വരും. കാരണം ആളുകൾ പറയും ഇതിൽ ഇത്രയും പൈസയെ വന്നിട്ടുള്ളൂ, പിന്നെ ഞാൻ എന്തിനാണ് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പോൾ ആ ഒരു വലിയൊരു ചാലഞ്ച് ഇന്ന് ഗവൺമെൻറ് മുന്നിലുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പല പ്രോജക്ട്സും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന 4 മിഷൻസിൽ കൂടെയാണ്. ഈ മിഷൻ മോഡ് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പണ്ട് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് ടെലികോം മിഷനും മറ്റ് മിഷൻ തുടങ്ങിയത്. പക്ഷേ ആ മിഷൻ്റെ തലപ്പത്തിരുന്ന ആൾക്കാർക്ക് ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള അതിനുള്ള അതോറിറ്റിയും പവറും കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന മിഷൻസ് അവരുടെ ഒരു എന്താ പറഞ്ഞാൽ ഒരു സ്റ്റേച്ചർ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മിഷൻ എടുക്കുകയാണെങ്കിൽ ആ മിഷൻ വർക്ക് ചെയ്യുന്ന 4 മിനിസ്റ്റേഴ്സുമായിട്ടാണ്. ഈ 4 മിനിസ്റ്റേഴ്സിൽ ആരാണ് സീനിയർ മോസ്റ്റ്, എങ്ങനെയാണ് വരാൻ പോകുന്നത്? അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. കാരണം അതിനുള്ള അതോറിറ്റി അവർക്കില്ലെങ്കിൽ മിഷൻസ് ഫെയിൽ ചെയ്യും. ടെലികോം മിഷനൊക്കെ സക്സസ്ഫുൾ ആവാൻ കാരണം പെട്രോഡയ്ക്ക് അന്ന് കൊടുത്ത
ഒരു അതോറിറ്റിയും അതിന് കൊടുത്തൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതേ സിസ്റ്റത്തിൽ കൂടെ നമ്മുടെ ഇന്നത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഫെയിലിയർ വരുന്ന സിസ്റ്റത്തിൽ കൂടെ തന്നെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ ഒരു സൈഡ് ലൈൻ നടത്തിക്കൊണ്ട് പോകാൻ ചില ചലഞ്ചസ് വരും. ഐഡിയ നല്ലതാണ്, ഇൻറ്റൻറ്റ് ഇസ് വെരി ഗുഡ്. ഈ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻറ്റൻറ്റ് വളരെ നല്ലതാണ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫെയിലിയറാണ് നമ്മൾ കാണുന്നത്. കാരണം ഇത്തവണ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാൻ ബഡ്ജറ്റിൻ്റെ 40% മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഒരു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷം സ്പെൻഡിങ് വാസ് ലെസ്, എന്നാൽ ഇതിനേക്കാൾ ഹയർ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് ആദ്യത്തെ വർഷത്തെ സ്പെൻഡിങ് ഒരു അഡീഷണൽ 1000 crores ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടും 97% ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറ്റിയിരിക്കുന്ന ഒരു ഫെയിലിയർ ശരിക്കും ഉദ്യോഗസ്ഥന്മാരെ കൂടെ കൊണ്ടുപോകാൻ ഗവൺമെൻറ്റിന് സാധിക്കാതെ വരുമ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ഫെയിൽ ചെയ്യും. ശ്രീമതി ജമീല പ്രകാശം, ഈ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നയ സമീപനം തന്നെയാണ് ഒരു ജെൻഡർ ബഡ്ജറ്റ് എന്നുള്ളത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള തുക, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം വകുപ്പ് എന്ന ആശയം, ഇതൊക്കെ തന്നെ ഒരു പുരോഗമന സമൂഹത്തിന് ആവശ്യമായ തരത്തിലുള്ള ഒരു സർക്കാരിൻ്റെ നയപരമായ ഇടപെടലായി താങ്കൾ കാണുന്നുണ്ടോ? കാര്യത്തിലൊരു സംശയവുമില്ല. ഇത് സ്ത്രീയുടെ കേവലമായിട്ടുള്ള സുരക്ഷ മാത്രമല്ല. ഈ ബഡ്ജറ്റ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നൊരു ചിത്രം, ഈ സംസ്ഥാനത്തെ 52% ആണ് പൗരന്മാരാരെന്ന് ചോദിച്ചാൽ സ്ത്രീകളാണ്. സ്ത്രീയുടെ ജനനം, സ്ത്രീയുടെ വളർച്ച, സ്ത്രീയുടെ പഠനം, സ്ത്രീയുടെ തൊഴിൽ, സ്ത്രീയുടെ സുരക്ഷ, സ്ത്രീയുടെ വരുമാനം, സ്ത്രീയുടെ സംരക്ഷണം, സ്ത്രീക്ക് വേണ്ടുന്ന ഇൻഷുറൻസുകൾ, അതെല്ലാം ഈ ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് എന്നുള്ള ഒരേ ഒരു ഇൻസ്ട്രുമെൻറ്റിലോടുകൂടി അത് വിഭാവനം ചെയ്തിരിക്കുകയാണ്. ജനനം മുതൽ കേരളത്തിലും ഇപ്പോൾ നവജാത ശിശുക്കളുടെ കണക്കെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് LDF ഭരിക്കാൻ തുടങ്ങിയോട്ടോ UDF ഭരിക്കാൻ തുടങ്ങിയോട്ടോ അല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരികയാണ്. ആകെ മൊത്തം നോക്കുമ്പോൾ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിന് കുപ്രസിദ്ധി നേടിയവയാണ്. പലരും പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ 7.5 ലക്ഷം രൂപ വരെ, ഇതിന് മുമ്പ് തന്നെ ഒരിക്കൽ ശ്രീ ചൗത്താല ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്ന ഞാൻ ഓർമ്മിക്കുന്നു. ഒരു പെൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ഹരിയാനയിൽ 7.5 ലക്ഷം രൂപ അപ്പോൾ ഡെപ്പോസിറ്റായിട്ട് ഇടുകയാണ്. 21 വയസ്സോ 18 വയസ്സോ ഒക്കെ ആകുമ്പോൾ അത് തിരിച്ചു കിട്ടും. അത്രത്തോളം വില കൊടുത്തൊരു പെൺകുട്ടിയെ ജനിപ്പിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന സംസ്ഥാനങ്ങൾ. അപ്പോൾ പെൺമലയാളം എന്ന് പേര് കേട്ട നമ്മൾ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളിവിടുത്തെ പൗരന്മാരാണോ എന്ന് സ്ത്രീകൾക്ക് നെഞ്ചിക്കൈ വെച്ചുകൊണ്ട് ഏത് പ്രായത്തിലുമുള്ളവർക്ക്, ചുണ്ടുപുളുത്തി കരിയുന്ന 3 മാസമുള്ള കുഞ്ഞു തൊട്ട് 90 വയസ്സായ വൃദ്ധ വരെ ഉള്ളവർക്ക് ഇവിടെ നിലനിൽക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നുകയാണ്. ഒരു പുതിയ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഇവിടെ എന്തുകൊണ്ട് പുറപ്പെടുന്നില്ല എന്ന് വരെ ചുറ്റും നോക്കി നിൽക്കുന്നവർ, മറ്റിടങ്ങളിലുള്ളവർ സംശയിക്കുന്നൊരു സമയമാണ്. 1848 സെനക്കൽ ഫോൾസും ആദ്യത്തെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റും ഡിക്ലറേഷൻ ഓഫ് സെൻറ്റിമെൻറ്റ്സും ഒക്കെ എന്തുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല മലയാളി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം? ആ സമയത്താണ് ഈ ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഇതൊരു ഫനാസയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിഭാവനം ചെയ്യുന്നുണ്ട്. വിഭാവനം ചെയ്യാൻ പോലും കഴിയില്ലാത്തവർ പിന്നെ അതങ്ങനെ നടപ്പിലാക്കും. പ്രായോഗികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ കാലത്ത് തന്നെ എന്നെപ്പോലെയുള്ളവർ, ഞാൻ പലതവണ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ചോദിച്ചിട്ടുള്ളതാണ്, ഇവിടുത്തെ വനിതാ പോലീസിൻ്റെ എണ്ണം. അന്നൊരു ദിവസം വനിതാ DGPമാർ തന്നെ എനിക്ക് പറഞ്ഞു തന്നത് 55,000-ഓളം പോലീസുകാരുള്ളതിൽ ഞാൻ അന്നൊരു കണക്ക് ചോദിച്ചപ്പോൾ 2453 വനിതാ പോലീസുകാരാണുള്ളത്. IPSകാർ മാറ്റി നിർത്തിയ. IPSകാരെയും കൂടെ കൂട്ടിയാലും 2500 പോലും ആവില്ല. ആ സ്ഥിതിയിൽ നിന്ന് അന്ന് തന്നെ അന്നത്തെ ഹോം മിനിസ്റ്റർ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ്, ഞങ്ങൾ മാറുന്നതിന് മുമ്പ് 10% ഞങ്ങൾ തികച്ചിരിക്കും. 10,000 അല്ല, 10% തികഞ്ഞില്ല. ട്രെയിനിങ് കൊടുക്കാനായിട്ട് നിവൃത്തിയില്ല എന്ന് പറയുന്നത്. ഇവിടെ ആകെപ്പാടെ 480-500 ഇടയ്ക്കെങ്ങാണ്ടാണ് പോലീസ് സ്റ്റേഷനുള്ളത്. ഈ ഓരോ പോലീസ് സ്റ്റേഷനിലും 15-20 വനിതാ പോലീസിനെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർ വെറും തലപ്പലിക്ക് വലിയ വിശിഷ്ടാതിഥി ഭാര്യയെ കൊണ്ടുവരുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു പ്രത്യേക സേനയായിട്ടങ്ങ് മാറിയങ്ങ് നിൽക്കും. ഇവിടെ എന്താണ് വേണ്ടത്? വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു സമഗ്രമായിട്ടുള്ളൊരു അപ്രോച്ച് ആ കണ്ണിൽ കൂടെ കാണുകയാണ്.
വനിതകളുടെ ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന, നമ്മൾ ആരും ഒന്നും പറയാതെ കഴിഞ്ഞ ദിവസം വന്ന രാഷ്ട്രപതി തന്നെ പറഞ്ഞിട്ട് പോയി, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ കഴിയാത്ത, അവഹേളിക്കുന്ന, അടിച്ചമർത്തുന്ന, ക്രൂരമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ആ സമൂഹം പുറന്നോട്ട് പോവുകയാണ്. നമ്മൾ പഴയ കാലങ്ങളിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പരിരക്ഷിച്ചിരുന്നു. മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല, ഹയർ മാമൽസിൻ്റെ ഇടയിൽ നോക്കിയാലും നമുക്ക് കാണാം. അങ്ങനെ സംരക്ഷിച്ചിരുന്നൊരു സ്ഥലത്ത് ഇത്രയും കഥനമായിട്ട്, ഞാൻ സങ്കടത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇതിൻ്റെ എല്ലാം ഇത്ര സർവാശ്ലേഷിയായിട്ട് സമഗ്രമായിട്ട് ഇത്രയും കാര്യങ്ങൾ സ്വപ്നം കണ്ടു എന്ന് തന്നെ പറയുക. വികസന സ്വപ്നം കാണണമല്ലോ. നെഹ്റുജി എങ്ങനെ രാഷ്ട്രശില്പി എന്ന് പേര് വന്നത്? അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. ഓർമ്മകൾ സ്വപ്നത്തെക്കാളും കൂടുമ്പോൾ പ്രായമായി എന്നാണ് അർത്ഥം. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഏതായിട്ട് ഇവിടെ തീർന്നു കേരളത്തിലും തമിഴ്നാട്ടിലും എന്നൊക്കെ വരെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഒരു സർവാശ്ലേഷിയും സമഗ്ര ഇങ്ങനെ ഒരു രീതിയിൽ ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഈ അടുത്ത കാലത്തുള്ള ചരിത്രത്തിൽ ഇപ്രകാരം ഒരു ബഡ്ജറ്റ് ഡോക്ടർ ഐസക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, ഈ സർക്കാരിൻ്റേതായിട്ട്, അത് ഡോക്ടർ ഐസക്കിൻ്റെ മാത്രമാണെന്നല്ല, സർക്കാരിൻ്റേതായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബഹളം, മീഡിയയ്ക്ക് കൊടുക്കേണ്ട പേപ്പറൊക്കെ വെളിയിലായി. ഇതിനിടയ്ക്ക് ഞാൻ തമാശയ്ക്ക് എന്നാൽ ശകലം ഗൗരവമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. 23-ാം തീയതി നമ്മുടെ ബഹുമാന്യ ഗവർണർ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാനത്തെ പേജിൽ തന്നെ ഈ ബഡ്ജറ്റിൻ്റെ ഹൈലൈറ്റ്സ് എല്ലാം വന്നല്ലോ. എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിക്കാം. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ആക്സസ്, എല്ലാവർക്കും വൈദ്യസഹായം, എല്ലാവർക്കും വിദ്യാഭ്യാസം, ലിംഗസമത്വം, എല്ലാവർക്കും ഒത്തൊരുമ, ഇതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീതി. അതിന് ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കി നമ്മളെ കാണിച്ചിരിക്കുന്നതല്ലേ. പിന്നെ കിഫ്ബി, അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. നിക്ഷേപ സമാഹരണം ഇത് വളരെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ കിഫ്ബിയിൽ വന്ന് പറയുമ്പോൾ അതിൻ്റെ എടുക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് അൺകൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും അതിന് മുൻപുണ്ടായിരുന്ന വെഹിക്കിൾസിനെ പോലെ അല്ല. അത് അദ്ദേഹം ഇവിടെ ട്രൈ ചെയ്യുകയാണ്. കേരളം പോലെയുള്ള ഇങ്ങനത്തെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ ഇത്രത്തോളം പണം ഇങ്ങോട്ട് വന്നിട്ടും ഇത്രത്തോളം അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളപ്പോഴും 25-നും 35-നും ഇടയ്ക്ക് ലക്ഷം മറ്റ് സംസ്ഥാനത്തിലെ തൊഴിലാളികളെ തൊഴിലെടുക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഈ സംസ്ഥാനത്ത് ഈ നോട്ട് ബാൻ കൊണ്ടും സഹകരണ മേഖലയ്ക്ക് ഭംഗിയായിട്ടൊരു ത്രസ്റ്റാണ് കൊടുത്തത്. എങ്ങനെ അതിനെ ചവിട്ടി ജയ് കിസാൻ, ജയ് ജവാൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഉള്ള ആ സഹകരണ മേഖലയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നൊരു ഇമ്പോർട്ടൻസ്, അതിനെ മുഴുവൻ ഇല്ലാതെ ആക്കിക്കൊണ്ട് ഈ പട്ടിണി പാവങ്ങൾ അതിൽ ഇട്ടിരിക്കുന്ന കാശ് മുഴുവൻ കള്ളപ്പണമാണെന്നും കള്ളനോട്ടാണെന്നും പൂഴ്ത്തി വെച്ച പണമാണെന്നും ഒക്കെ ഒരു കണ്ണിച്ചവരെ ഇല്ലാതെയാണ് പറഞ്ഞത്. കേരളത്തിൽ അതൊരു വലിയൊരു അടിയാണ് കൊടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ കിഫ്ബി പോലെയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കേരളത്തിലെ ഒരു സഹകരണ ബാങ്കുകൾ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിന് തന്നെ ഒരു വലിയ അടിയായിട്ടാണ് നോട്ട് ബാനും അതിൻ്റെ ഒപ്പം സഹകരണ മേഖലയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ഒരു ആഘാതവും എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു അൺകൺവെൻഷനൽ ആയിട്ടുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉപയോഗിക്കുകയല്ലാതെ പിന്നെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി എന്താണ് ചെയ്യേണ്ടത്? ശ്രീ ഫിലിപ്പോസ് തോമസ്, ഇവിടെ ശ്രീ ജി വിജയരാഘവൻ പറഞ്ഞു ഇതിൻ്റെ ഇൻറ്റൻഷൻ നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകും എന്നതാണ് നിലവിലുള്ള സംശയം. നിക്ഷേപ സമാഹരണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ കിഫ്ബിയിൽ തന്നെ ആവശ്യത്തിന് ജനങ്ങൾക്ക് ധൈര്യത്തോടുകൂടി പണം നിക്ഷേപിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള എന്തെല്ലാം സാധ്യതകളാണ് കിഫ്ബിയിൽ നിലനിൽക്കുന്നത്? എങ്ങനെ താങ്കൾ ഇതിനെ കാണുന്നു? വികസന പ്രവർത്തനത്തിന് പണം കണ്ടെത്താൻ കിഫ്ബി എന്നൊരു സമാന്തര സംവിധാനത്തെയാണ് ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 25,000 കോടി രൂപയുടെ ജോലികൾ കിഫ്ബിയുടെ പ്രൊജക്റ്റുകളായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ എൻ്റെ സ്നേഹിതൻ വിജയരാഘവൻ ഉന്നയിച്ച ഒരു ആശങ്ക, കിഫ്ബിയിലേക്ക് പണം നിക്ഷേപിക്കപ്പെടുമോ? ഇപ്പം ഇന്ന് ഡോക്ടർ ഐസക് പ്രഖ്യാപിച്ച കിഫ്ബിയുടെ ധനസമാഹരണത്തിലെ പ്രധാനപ്പെട്ട ഒന്ന്, പ്രവാസികൾക്ക് വേണ്ടി ചിട്ടി നടത്താൻ KSFE പൊതുമേഖലാ സ്ഥാപനത്തെ ചുമതലപ്പെടുത്തുന്നു. ഗവൺമെൻറ് അതിന് ഗ്യാരണ്ടി കൊടുക്കുന്നു. പേയ്മെൻറ്റ് ഗേറ്റ്വേ ആപ്പുകളിലൂടെ പ്രവാസികൾക്ക് പണം നിക്ഷേപിക്കാം. അത്
കിബി ബോണ്ടിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. അവർക്ക് ചിട്ടിക്ക് കുറി വീണാൽ തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് KSFക്ക് ആ പണം കിബിയിൽ നിന്ന് തന്നെ പിൻവലിക്കാം. തുടർച്ചയായിട്ട് ചിട്ടി നടത്തുകയും പണം കൊടുക്കുകയും ചെയ്യുമ്പം ഇതൊരു 2-3 വർഷം കഴിയുമ്പോഴേക്ക് 12,000 കോടി രൂപയുടെ ഒരു കോർപ്പസായി അവിടെ നിലനിൽക്കും. ഇതാണ് ആശയം. ഈ കേരളത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ചിട്ടി. ആ സാമ്പത്തിക ഉൽപ്പന്നത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന ഒരു ചിന്തയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പം തന്നെ പ്രവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ അറിയാം, എല്ലാ സ്ഥലത്തും ലേബർ ക്യാമ്പിലും അല്ലാത്തടത്തുമൊക്കെ അനൗദ്യോഗിക ചിട്ടികൾ ധാരാളമായി അവിടെയുണ്ട്. അതെ അല്ല, ഡോക്ടർ മുഹമ്മദിനൊക്കെ നന്നായിട്ടറിയാം. ഗൾഫ് മേഖലയിൽ ഒട്ടാകെ ചിട്ടി, പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നിന്നുള്ളവർ അവരൊക്കെ ചിട്ടി നടത്തുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ഉൽപ്പന്നത്തെ കിബിക്കിൽ പണസമാഹരണത്തിന് ഉപയോഗിക്കുക എന്നത് ധീരമായ ഒരു പരീക്ഷണമാണ്. അത് കാരണം അതിൻ്റെ അകത്ത് അത് വിജയിക്കും. 12,000 കോടി രൂപ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ കിട്ടുമോ എന്നൊരു സംശയമാണ് ചില ചർച്ചകൾ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം. കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അനുഭവം. കാരണം ഈ കഴിഞ്ഞ ഒരു വർഷം ഈ മാർച്ച് ആകുമ്പം നമ്മുടെ സർക്കാരിൻ്റെ ട്രഷറിയിലേക്ക് തന്നെ KSFE 3,750 കോടി രൂപ ഡെപ്പോസിറ്റായും സെക്യൂരിറ്റി തുകയായും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം നേടാൻ അത്ര വലിയ പ്രയാസം ഉണ്ടാവില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇത് ചിട്ടിയിൽ ചേർത്ത് പണം ശേഖരിക്കുന്നു, ചിട്ടിക്ക് തിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, സാധാരണയായി പ്രവാസികളുടെ പണം നിക്ഷേപമായി സ്വീകരിക്കുന്നത് നമ്മുടെ ബാങ്കുകളാണ്. ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിച്ചാൽ ആ പണത്തിൻ്റെ വലിയൊരു ഭാഗവും കേരളത്തിലല്ല ചെലവഴിക്കപ്പെടുന്നത്. കാരണം CD റേഷ്യോയുടെ കണക്ക് നോക്കിയാൽ അറിയാം, ഈ ഗൾഫ് മലയാളിയുടെ പണത്തിൻ്റെ ഭൂരിപക്ഷം കേരളത്തിന് പുറത്തുള്ള ആവശ്യങ്ങൾക്കാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഇപ്പം ഇതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ചിട്ടിയിലൂടെ വരുന്ന പണം മുഴുവൻ തന്നെ കേരളത്തിൽ, അത് ഇന്ന് ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞു, 2 ഹൈവേ, ഒന്ന് മലയോര ഹൈവേയും മറ്റൊന്ന് തീരദേശ ഹൈവേയും, ഈ 2 ഹൈവേകളുടെ നിർമ്മാണത്തിന് 10,000 കോടി രൂപ വിനിയോഗിക്കും. ഇതിപ്പോൾ വിജയരാഘവൻ്റെ ചോദ്യം, ഈ മാർച്ച് 31-നകം ഈ 10,000 കോടിയും ചിലവഴിക്കുക, അങ്ങനെ ഒരു സാഹചര്യമില്ല. കാരണം 10,000 കോടി 3-4 കൊല്ലം കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ. കാരണം ഹൈവേ നിർമ്മാണം, അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ മറ്റു കാര്യങ്ങൾ വരുമ്പം ക്രമമായി പണം ഉണ്ടായാൽ മതി. അപ്പോൾ ഇത് തീർച്ചയായും വളരെ ധീരമായ ഒരു പരീക്ഷണമാണ്. അത് വിജയിപ്പിക്കാനുള്ള ത്രാണി കേരളത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഈ തുടക്കം മുതൽ ഇന്ന് വരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന KSFE പോലെ ഒരു സ്ഥാപനത്തിന് അത് സാധിക്കും. അതുപോലെയുള്ള മാർഗങ്ങളാണ് കിബിക്ക് നിക്ഷേപ സമാഹരണത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാകുന്നു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പിന്നെ അതിനുള്ള പ്രൊജക്റ്റുകളുടെ ഒരു കാലതാമസത്തെക്കുറിച്ച് പറയുന്നു. പ്രൊജക്റ്റുകൾ ഇന്നിപ്പോൾ ഗവൺമെൻറ് ഏജൻസികളെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നതെങ്കിലും പ്രൊജക്റ്റുകൾ യഥാസമയം വന്നില്ലെങ്കിൽ ആ ഘട്ടത്തിൽ വേറെ മാർഗം ആലോചിക്കേണ്ടി വരും. കാരണം പണമുണ്ട്, പ്രൊജക്റ്റ് തയ്യാറാവുന്നില്ല, നടക്കുന്നില്ല എന്ന് വന്നാൽ നടത്താൻ എന്താ മാർഗം എന്ന് ആലോചിക്കാതെ നിവൃത്തിയില്ല. അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഏതായാലും ഹിന്ദു മീഡിയ 1 ബജറ്റ് ടോക്കിലേക്ക് ഇതിന്റെ ഭാഗമാകാൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശ്രീ A പ്രദീപ് കുമാർ MLA, IT വിദഗ്ധൻ ശ്രീ ജോസഫ് C മാത്യു, ശ്രീമതി സോണിയ എന്നിവരെല്ലാം ഈ ചർച്ചയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഇടവേള എടുക്കുന്ന, ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം.